അങ്ങനെ നമ്മൾ പുതിയൊരു രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി തന്നെ നമ്മൾ ഈ രാജ്യത്തിലേക്ക് പോയിറങ്ങുമ്പം ഈ രാജ്യത്തിനെ പറ്റി നമ്മളൊന്ന് പഠിച്ചിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഈ രാജ്യം എന്താണെന്ന് നമുക്കൊന്നും അറിയണം. ശരിക്കും ഈ രാജ്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ തെക്ക് കിഴക്ക് യൂറോപ്പിലെ ഒരു രാജ്യമാണ് മോണ്ടിനെഗ്രോ. 2006 ജൂൺ 6 സെർബിയയിൽ നിന്ന് സ്വതന്ത്രമായ ഒരു രാജ്യമാണ് മോണ്ടിനെഗ്രോ. ഇതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പൊഡ്ഗേറിക്കയാണ്. ഇവരുടെ ഔദ്യോഗിക ഭാഷ എന്നറിയപ്പെടുന്നത് മോണ്ടിനെഗ്രനാണ്. എന്നാൽ ഇവരുടെ തൊട്ടയൽ രാജ്യങ്ങളായിട്ടുള്ള സെർബിയ, ബോസ്നിയ, അൽബേനിയ, ക്രൊയേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭാഷകളും ഇവരിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു യൂറോപ്യൻ കൺട്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉപയോഗിക്കുന്ന കറൻസിയും യൂറോ തന്നെയാണ്. നമ്മളിങ്ങോട്ട് വന്ന ഫ്ലൈറ്റിൻ്റെ യാത്ര കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും, മൗണ്ടെയിനുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യം തന്നെയാണ് മോണ്ടിനെഗ്രോ. മോണ്ടിനെഗ്രോയുടെ അതിർത്തികൾ പങ്കിടുന്ന അൽബേനിയ, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കൊസോവോ ആൻഡ് സെർബിയ, ക്രൊയേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ ഭൂപ്രകൃതി എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഈ കൺട്രികളെല്ലാം ബാൽക്കൻ കൺട്രികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ബാൽക്കൻ പെനിൻസുലയുടെ ഒരു ഭാഗം തന്നെയാണ് മോണ്ടിനെഗ്രോ. ഈ മോണ്ടിനെഗ്രോയ്ക്ക് ചുറ്റും നിൽക്കുന്ന മൗണ്ട് ലൗസൻ, അതുപോലെ തന്നെ മൗണ്ട് ഒർജൻ, ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതെല്ലാം ഈ ബേ ഓഫ് കോട്ടൂർ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ പൊഡ്ഗേറിക്ക ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മലനിരകളാണ്. ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള മോണ്ടിനെഗ്രോയിലെ മലനിരകളാണ്. അടുത്ത എപ്പിസോഡുകളിലെല്ലാം നമ്മൾ ഈ മലനിരകളും ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളും ഈ ബേകളും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു രാജ്യത്തേക്കാണ് നമ്മൾ ചെന്നിറങ്ങുന്നത്. ചുറ്റും മലനിരകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന, നടുഭാഗത്ത് കടലൊക്കെ നിൽക്കുന്ന, കപ്പലൊക്കെ വന്നടുക്കുന്ന ഗംഭീരമായിട്ടുള്ളൊരു സ്ഥലം. അങ്ങനൊരു രാജ്യത്തിലേക്ക്, ഗംഭീര കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ ടിബറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളൊരു വണ്ടി വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി നമുക്ക് അവിടെ ഒരു ഗ്രൗണ്ടിൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. അവിടെ പാർക്കിംഗ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മളത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ നമുക്ക് കാറ് നമ്മൾ റെൻറ്റിനെടുത്തു. ഈ കാറിന് ആയ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന ഹോട്ടലിലേക്കാണ്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനാണ് നമുക്ക് മനസ്സിലായത് വണ്ടി ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ഞാൻ ഇന്നേ വരെ ജീവിതത്തിൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഓടിച്ചിട്ടില്ല. സാധാരണ ഇവിടെ നിന്ന് ഓടിച്ചാണ് എനിക്ക് ശീലം. അപ്പോൾ നമ്മൾ ഇവിടെ കയറി ഇരിക്കുകയാണ്. AC ഒക്കെ ഇട്ടിരിക്കുകയാണ്. ഒരു സിം എടുത്തതിന് ശേഷം നമുക്ക് പോകാം. ഇതാകും അവസ്ഥ നടത്തില്ല. 3 ദിവസമാണ് ഞങ്ങൾ വണ്ടി എടുത്തത്. 3 ദിവസം ഞങ്ങളിവിടെ ടിബറ്റിലും ഇവിടുത്തെ മറ്റേ സ്ഥലം ഗുഡ്വ എന്ന് പറഞ്ഞൊക്കെ സ്ഥലമൊക്കെയാണ് ഇവിടെ ഫേമസ് ആയിട്ടുള്ളത്. അവിടെയൊക്കെ കാണും. അപ്പോൾ അവിടെയൊക്കെ പോകാനായിട്ടൊരു വണ്ടി ഉള്ളത് നല്ലതാണ്. ഇവിടെ ടാക്സി സർവീസ് അത്ര ഒരു സെറ്റപ്പല്ല, വിളിക്കാനൊക്കെ പാടാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വണ്ടി എടുത്തത്. നമുക്ക് ഏതായാലും നോക്കാം. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. വണ്ടി എടുത്ത് നമുക്ക് ടിബറ്റ് സിറ്റിയിലേക്ക് നമുക്കൊന്ന് പോകാം. പോയിട്ട് റോഡുകളൊക്കെ എങ്ങനെയുണ്ട്, അവിടെയൊക്കെ എന്നൊക്കെ കാണാനുള്ളതെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഒരിടത്ത് കൊണ്ട് വണ്ടി ഒതുക്കി. ഇതൊരു ബീച്ചിൻ്റെ ഒരു സൈഡാണ്. അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് അത് ഒതുക്കിയിട്ടു. നല്ല സൂപ്പർ വണ്ടി കേട്ടോ. 2013 പുത്തൻ വണ്ടിയാണ്. ടിബറ്റ് രജിസ്ട്രേഷനൊക്കെ ഉണ്ടോ. എന്നിട്ട് നമുക്ക് ഇതേക്ക് ഇങ്ങോട്ട് നടക്കാം. എങ്ങോട്ടെങ്കിലും നടന്ന്. ഇവിടെ ബാറൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് ബാറിൽ നിന്ന് കള്ള് കുടിക്കുകയും പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. ഓ സൂപ്പർ, ഓ അടിപൊളി ഒരു ബീച്ചിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ബീച്ചിൻ്റെ കാഴ്ചകളുണ്ട്. എന്നാ ഭംഗിയാണെന്നേക്ക്. ഇവിടെ പ്രൈവറ്റ് ബീച്ചുകളുണ്ട്, ആൾക്കാർക്ക് ചില്ല് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, അപ്പാർട്ട്മെൻറ്റുകൾ, ക്രൂയിസുകൾ, ഇഷ്ടം പോലെ ക്രൂയിസുകൾ കിടക്കുന്നുണ്ട്. അടിപൊളി. അതുകൊണ്ട് അവിടെയായിട്ട് നല്ല വലിയ ബോട്ട് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അക്കരയ്ക്കൊക്കെ പോകുന്നതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അത് കണ്ടോ, അവിടെ ഒരു ഗ്രാമമുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങോട്ട് ആ ഗ്രാമത്തിലേക്ക് പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു കിടിലൻ സ്പോട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളിവിടെ വണ്ടി ഇട്ടിട്ട് മാറിയ സമയം കൊണ്ട് പെറ്റി വരുന്ന കണ്ടു. ഇപ്പോൾ ഓടി നമ്മളിവിടെ വന്നതാണ്. നമുക്ക് വണ്ടി കയറിയിരിക്കുന്നത് നോ പാർക്കിംഗ് ഏരിയ ആണോ ഒന്ന് നോക്കണം. ആണെങ്കിൽ പണി പാടും. ഇവിടെ വണ്ടി ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ ടിബറ്റി വന്ന വണ്ടി റെൻറ്റിനെടുത്ത് നമ്മളിവിടെ ഒരു ബീച്ചിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കാലാവസ്ഥ ബേസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ചൂടുള്ള. ഞങ്ങൾ ജാക്കറ്റൊക്കെ ആയിട്ടാണ് വന്നത്. നമ്മൾ UK നിന്ന് വന്നപ്പോഴത്തേനും നമ്മൾ നല്ല ജാക്കറ്റൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേനും ഇവിടെ എത്തിയപ്പോഴത്തേനും നല്ല ടെമ്പറേച്ചർ. നമ്മൾ നാട്ടിൽ പോകുന്നൊരവസ്ഥയാണ്. അപ്പം നല്ല ടെമ്പറേച്ചർ ആയതുകൊണ്ട് പിന്നെ നമ്മൾ ജാക്കറ്റെല്ലാം ഊരി മാറ്റി ഞാൻ വണ്ടിക്കകത്ത് കയറി AC ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ എല്ലാം പാർക്കിങ്ങിൻ്റെ ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം പെറ്റി കിട്ടും. അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ആലോചനയിൽ ഞാൻ ഇരിക്കുകയാണ്.
അപ്പോൾ അടുത്ത സ്ഥലം തപ്പിപ്പോണം. ഞങ്ങൾക്ക് 2 മണിക്കാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത് റൂം ചെക്ക് ഇൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാ റൂമുകളിലെല്ലാം ചെക്ക് ഇൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിയാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചെക്ക് ഔട്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണി. അപ്പം നമുക്ക് പോയിട്ട് ഇന്നലെ ഉറങ്ങിയില്ല, അപ്പോൾ നമുക്കൊന്ന് ഉറങ്ങണം. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ടിബറ്റിൽ വന്നിട്ട് മേടിച്ച സാധനമാണ് ഐസ്ഡ് കോഫി. നമ്മുടെ ഈ യൂറോപ്യൻ കൺട്രികളിലെല്ലാം കിട്ടുന്ന സാധനമാണ്. ഈ ക്യാപ്പിച്ചീനോ ഒക്കെ ഐസായിട്ട് കിട്ടുന്നത്. അപ്പോൾ അവിടെ ചൂട് കോഫി മേടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേന് അവർ നമുക്ക് എന്നാ പറയുന്നത്, അവിടെ ക്യാഷ് മാത്രം അക്സെപ്റ്റ് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ATM നിന്ന് യൂറോസ് എടുത്ത് കൊടുത്തപ്പോഴത്തേന് ഈ സാധനത്തിന് 1.30 ഉള്ളൂ. നിന്നോട് എത്ര മേടിച്ചേ? 2 യൂറോ മേടിച്ചു. ബില്ല് തരത്തില്ല, ഒന്നും തരത്തില്ല. ലോക്കൽ കടയിലാണ് ഞങ്ങൾ കയറിയത്. അപ്പം ടൂറിസ്റ്റുകളിൽ ഇവിടെ വരുമ്പോഴത്തേന് ഇഷ്ടംപോലെ പൈസ നമ്മൾ കയ്യിൽ കരുതണം, എന്നാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അതിൽ നോക്കാം. ഇനിയിപ്പം ലോക്കൽ കട കയറിയുള്ള പ്രശ്നം അതാണ്. അപ്പം ഇത് മാത്രമല്ല, നമ്മൾ എന്ത് മേടിച്ചാലും ഇത് തന്നെയാണ് പ്രശ്നം. അവർ പറയുന്നതിലും റേറ്റ് കൂടുതൽ മേടിക്കും. നമ്മുടെ നാട്ടിൽ ഇതുപോലെ മേടിക്കുന്ന കടക്കാർ ഒത്തിരി പേരുണ്ട്. പിന്നെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആ കടക്കാരിയോട് പോയി ടോം ചോദിച്ചിട്ട് വരികയാണ്. എടാ, അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ? പാർക്ക് ചെയ്യാമോ? അമ്മച്ചി എങ്ങനെയാണ് പറഞ്ഞത്? ആണോ? അമ്മച്ചി അവിടെ പാർക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത്. നമ്മളെന്നാൽ അങ്ങോട്ട് പോവാണ്. ഇവിടെ ഒത്തിരി പേര് സ്വിം ചെയ്യുന്നുണ്ട് കേട്ടോ. സ്നോർക്കലിങ്ങും പരിപാടിയൊക്കെ നടത്തുന്നവരുണ്ട്. നമുക്ക് ആ ബോട്ടിൽ എങ്ങനെ കയറുന്നതെന്ന് പോയി നോക്കാം. ടിക്കറ്റ് കിട്ടുമോ നോക്കാം. പിന്നെ നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേന് ഇവിടെയൊക്കെ ബാത്ത് ചെയ്യാനൊക്കെ ആയിട്ടുള്ള പറ്റുന്ന വെള്ളമാണിത് കേട്ടോ. പിന്നെ ആ കണ്ണീര് പോലത്തെ വെള്ളം വന്നേക്ക് സൂപ്പർ. ഇഷ്ടം പോലെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. നടന്ന് ഇവിടെ ആയിട്ട് വരുമ്പോഴത്തേനും ടൂർ പാക്കേജ് ഒരുപാട് എണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ട് ഇവിടെയായിട്ട് ഒരുപാട് ക്രൂയിസ് ബോട്ടുകൾ ഇവിടെ കിടപ്പുണ്ട്. ഇതെല്ലാം ഓരോരോ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പല പാക്കേജുകളായിട്ട് പോകുന്നതാണ് കേട്ടോ. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല കാലാവസ്ഥയാണ്, അപ്പോൾ അവർ എൻജോയ് ചെയ്യുകയാണ് ശരിക്കും. ദൂരെയായിട്ടൊരു ബോട്ട് സഞ്ചാരികളുമായിട്ട് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ടോമിനിവിടെ വന്നിട്ട് ഞങ്ങളൊരു കണ്ണാടി സെലക്ട് ചെയ്തു. ഇവിടെ കയറി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാണ് റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ നമ്മൾ വില നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സ്പൈസി പൊട്ടറ്റോസ് വിത്ത് മെൽറ്റഡ് ചീസ് ഉണ്ട്. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇതിൻ്റെ എല്ലാം താഴെ ഭാഗത്തായിട്ട് റെസ്റ്റോറൻറ്റുകളാണ്. ഇതിൻ്റെ എല്ലാം മുകൾ ഭാഗത്ത് കണ്ടോ, ചൂട് പോകാൻ വേണ്ടിയിട്ട് എയർ വിൻഡ് ഇട്ടേക്കുന്നത്. ഇത് കണ്ടോ, കണ്ണീര് പോലത്തെ വെള്ളം, നല്ല നീല കളർ വെള്ളമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നീല കളർ കടലിലെ വെള്ളം. ഈ റിവേറയുടെ തൊട്ടടുത്തൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കാണുന്ന പല മോഡൽ പ്രൈവറ്റ് ബോട്ടുകളൊക്കെയാണ്. ഇതൊക്കെ ടൂർ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടേക്കുന്നതാണ്. അവിടെ കാണുന്നതും ഇവിടെ കാണുന്നതുമായിട്ടുള്ളത്. ഇതിൻ്റെ പുറകെ കാണുന്ന ഈ ബിൽഡിങ്ങുകളെല്ലാം റെസ്റ്റോറൻറ്റുകളാണ്. അതിൻ്റെ താഴെ എല്ലാം പുറത്തേക്ക് നിരത്തിയിട്ടേക്കുന്ന ചെയറും റെസ്റ്റോറൻറ്റ് ഡൈനിങ്ങും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തോമാ, എടാ, സ്ഥലം ഇഷ്ടപ്പെട്ടോ? സ്ഥലം ഇഷ്ടപ്പെട്ടു. സെറ്റ് സ്ഥലം. എന്നാ ലുക്കാണ് നോക്കിയിട്ട്. മലയും കപ്പലും ആണല്ലേ, മീൻ പിടിക്കുന്ന ആൾക്കാർ. നടന്നു വരുന്നത് ഇവിടെ ഒരു ബോട്ട് നിർത്തിയിട്ടുണ്ട്. ചോദിച്ചേടാ, ഞങ്ങൾ ആ ബോട്ടുകാരനൊക്കെ ഞങ്ങൾ ആ ബോട്ട് സിംഗിളായിട്ട് ചോദിച്ചു. അതിനെത്രയാണ്? 180 2 പേർക്ക് അല്ലേ? 180 2 പേർക്ക്. വലിയ കൂടുതലൊന്നും അല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമ്മളിങ്ങനെ തെരുവീതികളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള റെസിഡൻഷ്യൽ ഏരിയകളൊക്കെയാണ് ഇത് കേട്ടോ. സാധാരണ പോലെ തന്നെ എല്ലാ യൂറോപ്യൻ കൺട്രികളിലും കാണുന്ന പോലെ തന്നെ ഉള്ള അപ്പാർട്ട്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് വിജയകരമായി ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ എല്ലാം കറങ്ങിയിട്ട് തിരിച്ചു വന്നപ്പോൾ വണ്ടി കാണാനില്ല. ഞങ്ങളവിടെ താരണ്ട അടിച്ചുകൊണ്ട് പോയത്. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ പാസ്പോർട്ടൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. കുറേ തപ്പിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ വന്നിട്ട് നോ പാർക്കിംഗ് ഏരിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവന്മാർ വന്ന് വണ്ടി പൊക്കിയെടുത്തുകൊണ്ട് പോകും. അങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് പോയി ഞങ്ങൾ വണ്ടി ഇനിയിപ്പം എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ പോയി തപ്പിപ്പിടിക്കട്ടെ എവിടെയാണ്. കുറച്ച് നേരം ഞങ്ങൾ നടന്ന് വണ്ടി ഇട്ടേക്കുന്ന സ്ഥലം കണ്ടുപിടിക്കും. ഇനി വണ്ടി എവിടെയാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇതാണ് പാർക്കിങ്ങിൻ്റെ സ്ഥലം. അമ്മമാർ ഇവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇവിടെ ഇട്ട് ഇത് കണ്ടോ, നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് ലോക്ക് ഇട്ടിട്ടുണ്ട്. അത് എവിടെയാണെന്ന് ഇനി കണ്ടുപിടിക്കണം. വണ്ടിയുടെ പേപ്പർ കിട്ടിയിരിക്കുന്നു. എന്തോ പെറ്റി അടിച്ചിട്ടുണ്ട്, MBയുടെ ഒക്കെ പേര്. ഇതെങ്ങനെ അത് വായിച്ച് മനസ്സിലാക്കുന്നത് അറിയില്ല. നമുക്കതായാലും നോക്കാം.
വണ്ടി ലോക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ദൈവാനുഗ്രഹം, വേറെ ഒന്നും പറ്റില്ല. കള്ളൻ അടിച്ചുകൊണ്ട് പോയല്ല, ഇവിടെ കൊണ്ട് ഈ വണ്ടി കൊണ്ട് മുഴുവൻ പിടിച്ചിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലായി, വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പാർക്കിംഗ് നോക്കി പാർക്ക് ചെയ്യാം. നോക്കാം. അങ്ങനെ നമ്മൾ വണ്ടിയുമായി നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന എലാൻഡ്ര എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ ഫ്രണ്ട് എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറണം. നമ്മുടെ ബാഗും കാര്യങ്ങളും ഇതിൻ്റെ പുറകിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇതിൻ്റെ അടുത്തുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് കയറാം. നമ്മൾ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി കയറുകയാണ്. റൂമിലേക്ക് പോവുകയാണ്. നമുക്കുള്ള റൂം കിട്ടിയിട്ടുണ്ട്. നമുക്ക് റൂമിലേക്ക് പോകാം. ഫസ്റ്റ് ഫ്ലോറിലാണ്. ഉണ്ടായിരുന്നല്ലേ ഇന്നത്തെ എക്സ്പീരിയൻസ്? അടിപൊളിയല്ലേ? അടിപൊളി. ഞങ്ങൾ മോണ്ടിനീഗ്രോ ഫുള്ള് പഠിക്കാൻ തീരുമാനിച്ചു. ഇനി ഈച്ച് ആൻഡ് എവറി സ്ഥലത്ത് പോയി ഞങ്ങൾ വണ്ടി ഓടിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. ഫൈൻ അടിച്ച് അതെ, എല്ലാം ഞങ്ങൾ പഠിക്കും. ഒരു പുതിയ വണ്ടി വാങ്ങാനുള്ള പൈസ ഞങ്ങൾ ഇവിടെ കളയും. അതെ. ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ബാഗൊക്കെ വെച്ച് വാവ്, ഓപ്പൺ ഏരിയ. ഇവിടെ നോക്കി നമ്മുടെ വണ്ടി കാണാം. റൂമിലെത്തിയപ്പോൾ തന്നെ ഇവിടുത്തെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ മോഡല് ചാർജിങ് സോക്കറ്റാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മുടെ UK-ലെയോ അല്ലെങ്കിൽ അയർലൻഡിലോ ഒന്നും ഉപയോഗിക്കുന്നതല്ല ഈ സാധനം. അത് നമ്മൾ ഓൾറെഡി ഇത് കണ്ടോ, നമുക്ക് ശരിക്കും അയർലൻഡിലൊക്കെ ഉപയോഗിക്കുന്ന ചാർജിങ് സോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ നാട്ടിലെ പോലല്ല, ഈ മോഡലാണ് UK-ലും അയർലൻഡ് മോഡൽ. പക്ഷേ നമ്മളിവിടെ വന്നപ്പോഴത്തേനും ഈ സാധനമാണ്. ഇത് നമുക്ക് കുത്താൻ പറ്റത്തില്ല. അപ്പോൾ അതിന് നമ്മളൊരു ട്രാവൽ അഡാപ്റ്റർ, ഇങ്ങനത്തെ ഒരു ട്രാവൽ അഡാപ്റ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, വെറുതെ എടുത്തുകൊണ്ടാണ് ചുമ്മാ. ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷേ ഇവിടെ വന്നപ്പോൾ കറക്റ്റ് ഉപകാരപ്പെട്ടു. അല്ലെ പെട്ടുപോയാനെ. അപ്പോൾ ഇതും ഇനി കുത്തിയിട്ട് വേണം നമുക്ക് ചാർജ് ചെയ്യാൻ. ഇതുപോലെ ഇങ്ങനെ കുത്തിയിട്ട് ഇതെന്നേരം ഇതിൽ കുത്തിയ ചാർജ് ചെയ്യാം. ഇതെല്ലാവരും വരുമ്പം തീർച്ചയായിട്ടും ഒരു ട്രാവൽ ഒരു അഡാപ്റ്റർ വാങ്ങിച്ചുകൊണ്ട് വരണം. ഇവിടെയൊക്കെ വന്ന് മേടിക്കാൻ നിന്നാൽ നല്ല റേറ്റ് ആയിരിക്കും. നമ്മളങ്ങനെ വൈകുന്നേരം ഒന്ന് കുളിച്ച് ഫ്രഷ് എല്ലാം ആയി ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ വണ്ടി എടുക്കാൻ വന്നപ്പോൾ നമ്മുടെ പൂച്ച വന്ന് നമ്മുടെ വണ്ടിയുടെ മണ്ടയിൽ കയറിയിരിക്കുന്നു. പുശി അതെ, പൂച്ച പോയി. നമുക്ക് വണ്ടി കയറി എങ്ങോട്ടേലും പോകാം. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഒരു ബീച്ചിലേക്ക് പോവുകയാണ്. ടിബറ്റിലുള്ള ഒരു ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടൊരു കാഴ്ചയാണ്. മൗണ്ടൈൻ്റെ താഴെയായിട്ട് നിരന്ന് നിൽക്കുന്ന ടിബറ്റിലെ ഗ്രാമപ്രദേശങ്ങൾ, ഇവിടുത്തെ വീടുകൾ, അതുപോലെ തന്നെ റിസോർട്ടുകൾ, ഹോട്ടലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ശരിക്കും ഒരു ടൂറിസ്റ്റ് സ്പോട്ടായതുകൊണ്ട് ഒരുപാട് ഹോട്ടലുകളും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും ഇവിടെ ഒരുപാട് യാട്ടുകളും ഒരുപാട് ചെറിയ ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ നമുക്കിവിടെ നിന്ന് നിർത്തിയിട്ടേക്കുന്നതാണ്. ശരിക്കും ഒരു പാർക്കിംഗ് സ്പോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ വലിയ ഈ ടൂറിസം ആക്ടിവിറ്റീസൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് പ്രൈവറ്റ് ബോട്ടുകളൊക്കെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. കാർ കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി ശരിക്കും അങ്ങോട്ട് പോയി അവിടുത്തെ ഏതെങ്കിലും ഒരു സ്ഥലങ്ങൾ അവിടെ എന്നാണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കുമ്പോൾ മൊത്തം കാണിക്കുന്നത് ഈ ബോസ്നിയ എന്ന് പറഞ്ഞ ലാംഗ്വേജിലാണ് കണ്ട കാണിക്കുന്നത്. അപ്പം നമ്മൾ പോയിട്ട് അതൊന്ന് തപ്പി പിടിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മളങ്ങനെ നടന്ന് ബ്രണ്ണൻ പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തെത്തി. ഉണ്ട്, ഇവിടെയാണ് ഏറ്റവും അധികം ഇതുണ്ട്, വളരെ പ്രൊഫഷണലായിട്ട് ഈ ആട്ടുകളും അതുപോലെ തന്നെ ബോട്ടുകളൊക്കെ സർവീസ് നടത്തുന്ന സ്ഥലം പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ ബ്രണ്ണൻ പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഇതിൻ്റെ ഈ സൈഡ് വശി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തുണിക്കടകളൊക്കെ ഉണ്ട് കേട്ടോ, ഫാഷൻ സ്റ്റോറുകൾ, വളരെ ഫേമസ് ആയിട്ടുള്ള കടകളിലൊക്കെ ഒരുപാടുണ്ട്. ഈ ബീച്ചിൻ്റെ സൈഡ് വഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഈ കടകളെല്ലാം ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള കടകളാട്ടോ. നല്ല ഭംഗിയാണ് ഈ ഒരു സ്ട്രീറ്റ് തന്നെ കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, ടൈലൊക്കെ വിരിച്ച പാതകൾ. അതുപോലെ തന്നെ ഇതിൻ്റെ എൻ്റെ വലതുവശത്തേക്ക് പോകുന്നതെല്ലാം ബീച്ചാണ് കേട്ടോ. അങ്ങ് അറ്റത്തോട്ട് പോകുന്നതെല്ലാം ബീച്ചാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നമ്മൾ ആദ്യം ഈ ഫ്രണ്ടിൽ പോയി ഇവിടെ എന്താ ഉള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ഒരു ഫുഡ് കോർട്ടിൽ പോകണം, എന്തെങ്കിലും ഫുഡ് വല്ലതും കഴിക്കണം. നമുക്ക് എന്താ ഉള്ളതെന്നൊക്കെ നോക്കിയിട്ടില്ല. ഇതുകൊണ്ട് ഇതിൻ്റെ ഒരു വശത്തേക്ക് വരുമ്പോഴത്തേന് നമ്മൾ നേരത്തെ വന്ന പോർട്ടോ മോണ്ടിനീഗ്രോ എന്ന് പറഞ്ഞത്. ഇതുണ്ട്, മോണ്ടിനീഗ്രോ എന്ന് പറഞ്ഞ ഒരു പ്ലേസാണിത്.
ഇവിടെയുള്ള കടകളും ഇവിടെ എന്നാക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒക്കെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കുന്നതുണ്ടോ. ഇപ്പോൾ വന്ന് ഇറക്കിയതാണ്. നമ്മൾ 18-ാം തീയതിയിലേക്ക് ഇതിനകത്ത് ടിക്കറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ട്. നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയറും. അതിൻ്റെ വശങ്ങളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു ഗ്രൂപ്പാണ് കേട്ടോ. അവർ കൊടിയൊക്കെ പിടിച്ചുകൊണ്ട് ഫ്രണ്ടിൽ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. അവർ ഫുൾ പാക്കേജ് ടൂറായിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ അവരങ്ങനെ ആൾക്കാരെ മാറിപ്പോയിരിക്കാൻ വേണ്ടി അവരങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് എടുക്കാൻ വേണ്ടി ഇവിടെ കയറി. ഇവിടെ ചിക്കനും ഫിഷും ഫില്ലറ്റും എല്ലാം ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റാണ്. ഇത് 13 യൂറോ ആണ് ഇതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ വരുന്നത്. ചിപ്സ് എന്തെങ്കിലും കഴിക്കണം, വിശന്നിട്ട് നിൽക്കാൻ വരാം. ഇതും കുഴപ്പമില്ല, കഴിക്കാൻ പറ്റുന്ന നോക്കി നമുക്ക് ഓർഡർ ചെയ്യാം. അങ്ങനെ നമ്മൾ പറഞ്ഞ ഫുഡ് വന്നിരിക്കുകയാണ്. ഫുഡ് ഇപ്പോൾ എത്തും. അതിനപ്പുറം നമ്മൾ ലാറ്റെ പറഞ്ഞു. ഞാൻ ചൂട് ലാറ്റെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. തോമ ഒരു ബിയറും പറഞ്ഞു. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ബിയറും അതുപോലെ തന്നെ ഫുഡും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒത്തിരി പേരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമുക്കിത് കുടിക്കാം. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡിനുള്ള ബില്ല് വന്നു. ഫുഡ് വരുന്നതിന് മുമ്പ് ബില്ല് വന്നു. അപ്പോൾ നമ്മൾ പേ ചെയ്യണം. അത് കഴിയുമ്പോൾ ഫുഡ് വരും. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. ചിപ്സും അതുപോലെ തന്നെ ചിക്കൻ ഗ്രില്ലുമാണ് പറഞ്ഞത്. പക്ഷേ ഇത് വേറെ എന്തോ ഒരു പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. പിന്നെ ബ്രെഡും എല്ലാം ഉണ്ട്. കൊള്ളാം, ഞങ്ങൾ കഴിച്ചു നോക്കി, അടിപൊളിയാണ്. അപ്പോൾ അത് കഴിക്കാം. കഴിച്ചിട്ട് നമുക്ക് പോകാം, വേറെ എങ്ങോട്ടെങ്കിലും പോകാം. ഞങ്ങളങ്ങനെ ബ്രണ്ണൻ പോർട്ട് വഴി നടക്കുകയാണ്. ബ്രണ്ണൻ പോർട്ടിലെ രാത്രികാല ദൃശ്യമാണ് കാണുന്നത്. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ, ലൈറ്റൊക്കെ ചെയ്ത് അലാരം ചെയ്ത്. ഇവിടെയാണ് രാവിലെ നമ്മൾ വന്ന് വണ്ടി എടുത്ത സ്ഥലം. എടാ, ഇവിടെയാണ് വണ്ടി എടുത്ത സ്ഥലം, ഓർക്കുന്നുണ്ടോ? വണ്ടി ഇട്ടേക്കുന്നത് ഇതിൻ്റെ പുറകിലായിട്ട്. ബാ, ഇങ്ങോട്ട് വാ. നമ്മളങ്ങനെ നടന്ന് മോണ്ടിനിഗ്രോ പോർട്ടോ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതാണ് മോണ്ടിനിഗ്രോയിലെ പോർട്ട്. നമ്മൾ ഇത്ര നേരം നിന്നിട്ടുള്ളത്. അതിൻ്റെ എല്ലാ സൈഡുകളിലും ഇതുപോലെ റെസ്റ്റോറൻറ്റുകളാട്ടോ. ഇതുകൊണ്ട് ഒരു ക്ലോക്ക് വെച്ചേക്കുന്നത്. ഈ സൈഡിൽ കാണുന്ന ഈ ആട്ടുകൾ, മോട്ടോർ ആട്ടുകൾ എല്ലാം ഈ വാടകയ്ക്ക് കൊടുക്കുന്നതല്ല, ഇത് ഒരുപാടെണ്ണം വിൽക്കാനിട്ടേക്കുന്നത് കേട്ടോ. അപ്പുറത്തായിട്ട് വിലയൊക്കെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോഴാണ് അത് കണ്ടത്. നമ്മൾ ഈ പോർട്ടിൻ്റെ വശങ്ങളിലേക്ക് വരുമ്പോഴത്തേന് രാത്രിയാകുമ്പോഴത്തേനും ഇവിടെ മുഴുവൻ ഈ ലൈറ്റ് പ്രകാശിച്ച് നിൽക്കുന്ന ഒരുപാട് ഇലുമിനേഷനുകൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ് കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടി. അതുപോലെ തന്നെ ഒരുപാട് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറുകൾ സെറ്റ് ചെയ്തേക്കുന്നതും ഒരുപാട് ആൾക്കാരിരുന്ന് ഡൈനിങ് ചെയ്യുന്നതും ആയിട്ടുള്ള ഒരു കാഴ്ച. രാത്രിയിൽ ഒരുപാട് അവർ എൻജോയ് ചെയ്യുന്നൊരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളങ്ങനെ വണ്ടി തിരിച്ച് പാർക്കിങ്ങിൻ്റെ അവിടെ ഇറക്കി. നമ്മൾ പുറത്തേക്ക് പോകാൻ നേരം നമുക്കൊരു ഓൾറെഡി ഇതിൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇട്ടിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. എത്രയാവുന്നു? 7.5 കേട്ടോ. 7.5 നമ്മൾ പേ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ കഫറ്റേരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കഫറ്റേരിയ കയറി ഒരു കോഫി പറഞ്ഞു. ഇവിടെ ഇരുന്നിട്ട് ഇനിയിപ്പം അവർ കൊണ്ടുതരും. നമുക്ക് കുടിച്ചിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് പറയാം. നല്ല വൈബാണ് ഇട്ടിരിക്കാൻ. അതിന് വേണ്ടിയാണ് നമ്മളൊരു കോഫി പറഞ്ഞത്. സമയം രാത്രി 9 മണിയായിട്ടുണ്ട്. നോക്കാം. അങ്ങനെ നമ്മുടെ ലാറ്റയും ക്യാപ്പിച്ചിനയും വന്നു. നല്ല വൈബല്ലേ തോമ? അടിപൊളി, നൈസ് വ്യൂ, ചില്ല് ക്ലൈമറ്റ്, അടിപൊളി കാപ്പി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നാളെ ഞങ്ങൾ ഇവിടുന്ന് ഗംഭീരമായിട്ടുള്ള മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. കൂടുതലായിട്ടുള്ള അഡ്വഞ്ചറായിട്ടുള്ള കുറേ പരിപാടികളും കുറേ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മോണ്ടിനിഗ്രോ തിരഞ്ഞെടുത്തേക്കാണ്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവരും ഗുഡ് ബൈ. ഞങ്ങൾ രാത്രി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ റാഡർ ഷോറൂമിൻ്റെ അകത്ത് ലൈറ്റ് ഇങ്ങനെ ഉണ്ട്. പക്ഷേ ഇത് ക്ലോസ് ചെയ്തു. 3 ലക്ഷം 4 ലക്ഷം രൂപയുടെ വാച്ചുകൾ ഇരിക്കുന്നുണ്ടോ. അങ്ങനെ നമ്മൾ രാത്രിയിൽ വീണ്ടും തിരിച്ച് നമ്മുടെ പാർക്കിങ്ങിലെത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ഇപ്പുറത്തെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ പോയ ആ ബീച്ചും കാര്യങ്ങളും ഉള്ളത്. അതിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്, 24 hours ഉള്ളത്. നിസ്സാര പൈസയുണ്ട്, 80 സെൻറ്റേ ഉള്ളൂ. 80 സെൻറ്റ് ഒരു മണിക്കൂറത്തേനേ ഉള്ളൂ. മുഴുവൻ പാർക്കിംഗ് ഗ്രൗണ്ടാണ്. പകലും രാത്രി എല്ലാം നമുക്ക് ഇടാം. വണ്ടിയൊക്കെ ഇട്ടിട്ട് പോകാം. നമ്മൾ ഇറങ്ങാൻ നേരം പേയ്മെൻറ്റ് ചെയ്താൽ മതി. നമ്മൾ പോയി വണ്ടി എടുത്തോണ്ട് നമ്മൾ നേരെ നമ്മുടെ
ഹോട്ടലിലേക്ക് തിരികെ പോവുകയാണ്. അങ്ങനെ നമ്മൾ റെൻ്റെടുത്ത കാറ് പാർക്കിംഗ് കിടക്കുകയാണ്. നമ്മൾ തിരികെ ഇവിടുന്ന് ഹോട്ടലിലേക്ക് പോകാൻ പോവുകയാണ്. ഇന്നത്തെ ഇവിടുത്തെ പെട്രോളിൻ്റെ റേറ്റാണ് ഈ കാണുന്നത്.